ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 250 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 200 ഗ്രാം ഷുഗർ, 350 ഗ്രാം ക്യാരറ്റ്, 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 4 എഗ്ഗ്, 3 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ്, 1 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ്, 3 ടീസ്പൂൺ റൈസൻ, 3 ടീസ്പൂൺ വാൽനട്ട്, കാഷ്യൂ നട്ട് 3 ടീസ്പൂൺ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഈ ഫ്ലോറിൽ 250 ഗ്രാം മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതിൻ്റെ ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ഇതിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ 4 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഇടുന്നത് ഷുഗർ. ഇനി 3/4 കപ്പ് ഓയിൽ ഒഴിക്കണം. കൂട്ടി മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 3 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് കൂടി ഒഴിക്കുന്നു. ഓറഞ്ച് ജ്യൂസ് അതും കൂടി ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യാം. ഈ ബാറ്ററിലോട്ട് ഇനി നമുക്ക് പൊടിയിടാം. ബാറ്റർ റെഡി ആയിട്ട് അതിലോട്ട് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ക്യാരറ്റ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ കുറച്ച് റൈസിനും കുറച്ച് നട്ട്സും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ റൈസിൻ ഇടുന്നുണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, കുറച്ച് വാൽനട്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കേക്ക് മിക്സ് റെഡിയായി. ഇനി നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്നിലോട്ട് ഇത് പകർത്താം. അതിനു മുമ്പ് നമ്മൾ കുറച്ച് ബട്ടർ പരത്തിയിട്ട് എല്ലായിടത്തും ബട്ടർ ടിന്നിൻ്റെ എല്ലാ സൈഡിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് ബട്ടർ പരത്തണം. ബട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ പരത്തിയാലും മതിയേ. എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഓവനിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് 170 സെൻറ്റിഗ്രേഡിൽ ഒരു 90 മിനിറ്റ് നമ്മൾ വെക്കണം ഓവനകത്ത്. അപ്പോൾ ഈ ഓവനകത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ തുറന്നു നോക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും കഴിഞ്ഞിട്ടേ നമ്മൾ ഓവൻ ഓപ്പൺ ചെയ്യാവൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് താണു പോകും. അതുകൊണ്ട് പരമാവധി നമ്മൾ ഓവൻ തുറക്കാതെ ഇരിക്കാം. ഞാനിത് ഓവനിലോട്ട് വെക്കാൻ പോവാണ്. ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മിഡിൽ തട്ടിലായിട്ട് വെക്കണം. അപ്പോൾ നമ്മളുടെ കേക്ക് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 90 മിനിറ്റ് ഞാൻ അതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം.
ഒരു 60 മിനിറ്റ്സ് ആയപ്പോൾ ഞാനൊരു ഫോയിൽ ഇതിൻ്റെ മുകളിൽ വെച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ മുകൾ ഭാഗം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത്. നമുക്ക് ഈ കേക്ക് എടുക്കാം. നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് വെന്തിട്ടുണ്ടോയെന്ന്. ഇതിനൊന്നും പിടിച്ചിട്ടില്ല, വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇത് അകത്ത് വെന്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാവ് ഈ ടെസ്റ്ററിന് പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ക്യാരറ്റ് കേക്ക് റെഡി. ഇത് ഇത് കുട്ടികൾക്കൊക്കെ ടീയുടെ കൂടെയൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ കേക്കാണ്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കേക്കാണ്. നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഞാൻ ഇച്ചിരി ചൂടാറിയിട്ട് മുറിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ചൂടോടുകൂടിയാണ് മുറിച്ചത്. അപ്പം ഇതാണ് നമ്മുടെ ക്യാരറ്റ് കേക്ക്. നല്ല ടേസ്റ്റിയുള്ള കേക്കാണ്. ഞാനൊരു പീസ് എടുത്ത് നോക്കട്ടെ ടേസ്റ്റ് ആയോന്ന്. നന്നായിട്ടുണ്ട്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ, ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം, നല്ലതാണ്.